അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസമിൽ ബീഫ് നിരോധിച്ചുകൊണ്ടുള്ള വാർത്ത ഇന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അസമിൻ്റെ മുഖ്യമന്ത്രി ഹിമാന്ത ബിശ്വ ഇനി റെസ്റ്റോറൻറ്റുകളിലും ഹോട്ടലുകളിലും പൊതു ഇടങ്ങളിലും ബീഫ് വിളമ്പുന്നതും കഴിക്കുന്നതും നിരോധിച്ചുകൊണ്ടുള്ള നിയമം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ പ്രഖ്യാപനത്തിന് പുറമെ അസമിലെ ബിജൂഷ് ഹസാരിക എന്ന മന്ത്രി ഇനി ആർക്കെങ്കിലും ബീഫ് കഴിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ പാകിസ്ഥാനിലേക്ക് പോയി സ്ഥിരതാമസമാക്കട്ടെ എന്ന് പറയുകയും ചെയ്തു. പാകിസ്ഥാനിൽ പോകാൻ പറയുമ്പോൾ, ബീഫ് കഴിക്കണമെങ്കിൽ നാടുവിടണം എന്ന് ആക്രോശിക്കുമ്പോൾ ആരെയാണിത് ഉന്നം വെക്കുന്നതെന്നും ആരെക്കുറിച്ചാണ് ഈ സംസാരമെന്നും ഈ നിയമമെന്നും എല്ലാവർക്കും അറിയാം. പക്ഷേ നിയമം പറയുന്നതിന് മുമ്പ്, നിയമം പ്രാവർത്തികമാക്കുന്നതിന് മുമ്പ് ഈ സംസാരങ്ങളിൽ വല്ല കഴമ്പുമുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. കാരണം പണ്ടെപ്പോഴോ ഒരു ടെലിഫിലിമിൽ വെള്ളിയാഴ്ച ഇറച്ചിയും മീനും വാങ്ങാത്തവൻ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന തമാശ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. വീട്ടിൽ ഇറച്ചി വാങ്ങാത്ത, മീൻ വാങ്ങാത്ത ദിവസങ്ങളിൽ ഉമ്മയോട് തമാശ രൂപേണ ഈ ഹാസ്യം ആവർത്തിക്കാറുമുണ്ട്. എങ്കിലും എന്താണ് ഇസ്ലാമും ബീഫും തമ്മിലുള്ള ബന്ധം? ഇത്രയേറെ മോശമായി ഇസ്ലാമിനെയും ബീഫിനെയും കൂട്ടിക്കെട്ടി ബീഫ് കഴിക്കണമെങ്കിൽ ഇസ്ലാമിക രാജ്യമാണ് എന്ന് പറയുന്ന പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് ഒരു മന്ത്രി പറയുന്നുവെങ്കിൽ, പലരും മനസ്സിലാക്കാതെ പോയ ചില ഭക്ഷണ രഹസ്യങ്ങളുണ്ട്. ഇസ്ലാം എന്തൊക്കെയാണ് നിർബന്ധമാക്കിയത്, എന്തൊക്കെ നിർബന്ധമായി കഴിക്കണം എന്നാണ് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറയുന്നത്. ഇത് അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഈ ഒരു അബദ്ധം ഒരാളും ആവർത്തിക്കുകയില്ലായിരുന്നു. ഇസ്ലാമും ബീഫും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇസ്ലാം ബീഫ് കഴിക്കാത്തവന് മുസ്ലിമാകാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു മുസ്ലിം നിർബന്ധമായും ബീഫ് കഴിക്കണം എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ എവിടെ നിന്നാണ് ഇത് കിട്ടിയത് എന്നറിയില്ല. ഖുർആനിൽ നിന്നാണോ ഇത് മനസ്സിലാക്കിയത്? ഹദീസുകളിൽ നിന്നാണോ ഇങ്ങനെ മനസ്സിലാക്കിയത് ബീഫ് കഴിക്കാത്തവൻ ഇസ്ലാമിന് പുറത്താണെന്ന്? മുസ്ലിം ആകാനുള്ള നിബന്ധനകളിലൊന്നും എന്ത് കഴിക്കണമെന്നോ, എന്ത് ധരിക്കണമെന്നോ, എവിടെ താമസിക്കണമെന്നോ എന്ന നിർബന്ധിക്കുന്ന നിയമങ്ങളില്ല. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത്, യാ അയ്യുഹന്നാസ് ഖുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, അല്ലയോ ജനങ്ങളെ, ഭൂമിയിലുള്ളതിൽ നിന്ന് നല്ലതിനെ നിങ്ങൾ ഭക്ഷിക്കുക. വലാ തത്ബിയു ഖുത്വാത്തി ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, നിങ്ങൾ ശൈത്താൻ്റെ പാദങ്ങളെ പിൻപറ്റാൻ പാടില്ല, നിശ്ചയമായും അവൻ നിങ്ങൾക്ക് ശത്രുവാണ്. നിങ്ങൾ ഭൂമിയിൽ നിന്ന് കഴിക്കേണ്ടത് നല്ല വസ്തുക്കളെയാണ്, നല്ലതിനെയാണ്. അത് ബീഫെന്നോ മീനെന്നോ പച്ചക്കറികളെന്നോ എന്തുമാവാം. നല്ല എന്തു വസ്തുവും കഴിക്കാൻ മനുഷ്യൻ അല്ലാഹു അനുവാദം നൽകുന്നുണ്ട്. പക്ഷേ ഒന്നിൻ്റെ പേരിലും നിർബന്ധിക്കുന്നില്ല. മുസ്ലിം മതവിശ്വാസികൾ, ഇസ്ലാം മതവിശ്വാസികൾ ഇറച്ചിയേ കഴിക്കാൻ പാടുള്ളൂ എന്നാരും പറയുന്നില്ല, അല്ലെങ്കിൽ മീനെ കഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ദിവസങ്ങളിൽ പച്ചക്കറികളെ കഴിക്കാൻ പാടുള്ളൂ. എന്ത് കഴിക്കണമെന്നത്, ഇറച്ചി കഴിക്കണോ, മീൻ കഴിക്കണോ, പച്ചക്കറികൾ കഴിക്കണോ എന്നത് മനുഷ്യൻ്റെ തീരുമാനമാണ്. അതൊരു മുസ്ലിമിന് അള്ളാഹു വകവെച്ച് നൽകിയിട്ടുണ്ട്. ബീഫ് കഴിക്കാത്തതിൻ്റെ പേരിൽ ഒരാൾ പോലും വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകുകയില്ല എന്ന് കൃത്യമായി പ്രഖ്യാപിക്കുന്ന മതത്തിൻ്റെ ആളുകളോട് എങ്ങനെയാണ് പാകിസ്ഥാനിലേക്ക് പോകാൻ വേണ്ടി ആവശ്യപ്പെടുക? ഇന്ത്യ മഹാരാജ്യത്തിനൊരു ഭംഗിയുണ്ട്. ആ ഭംഗി എന്ന് പറയുന്നത് നമ്മുടെ ബഹുസ്വരതയാണ്. ഐക്യത്തോടുകൂടെ, ഏകതയോടുകൂടെ നമ്മൾ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു നാട്ടിൽ മറ്റുള്ളവൻ എന്ത് കഴിക്കണമെന്ന് അവനായിരുന്നു തീരുമാനിച്ചിരുന്നത്. മറ്റുള്ളവൻ എന്ത് ധരിക്കണമെന്ന് അവന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു കാലമുണ്ടായിരുന്നു. എവിടെ താമസിക്കണമെന്നും എവിടെയൊക്കെ യാത്ര ചെയ്യണമെന്നും തീരുമാനിക്കാൻ അവകാശമുള്ള മഹിതമായ ഇന്ത്യയുടെ ചരിത്രം നമുക്ക് മുമ്പിലുണ്ട്. പക്ഷേ അതൊക്കെ മറന്ന്, അതൊക്കെ വേണ്ടെന്ന് വെച്ചുകൊണ്ട്, പരസ്പരം തമ്മിൽ തല്ലി ചാവട്ടെ എന്ന് കരുതിക്കൊണ്ട് തന്നെ മതവിദ്വേഷവും മതസ്പർദ്ധയും വളർത്തുന്ന രീതിയിലുള്ള നിയമങ്ങൾ രൂപീകരിക്കുന്നവർ മതങ്ങളെക്കുറിച്ചെങ്കിലും പഠിച്ചിരുന്നുവെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ബിജൂഷ് ഹസാരിയോട് പറയാനുള്ളത്, ഒരിക്കലും ബീഫ് നിർബന്ധമായി കഴിക്കണം എന്ന് പറയുന്ന ഒരു മതവിശ്വാസമല്ല ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനും ബീഫ് കഴിക്കാൻ കിട്ടാത്തതിൻ്റെ പേരിൽ പാകിസ്ഥാനിൽ പോയി ബീഫ് തിന്ന് സുഖമായി ജീവിക്കേണ്ട ആവശ്യമില്ല. ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി, ഈ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പോരാടിയ ഒരുപാട് മുസ്ലിങ്ങളുടെ ചരിത്രത്തെ പരിഹസിക്കും രീതിയിലുള്ള നിയമങ്ങൾ പാസ്സാക്കുന്നതിന് മുമ്പ് ഇന്ന് ഇന്ത്യയിലുള്ള ബീഫ് കച്ചവടക്കാരിൽ വലിയ വലിയ കമ്പനികൾ എടുത്താൽ അൽ ഖബീർ ആണെങ്കിലും, മിറ ഗ്രൂപ്പ് ആണെങ്കിലും, താരിഖ് ഗ്രൂപ്പ് ആണെങ്കിലും, VPF ആണെങ്കിലും, ആഗ്രോ പ്രൊഡക്ട്സ് ആണെങ്കിലും, മെസ്സസ് പ്രൊഡക്റ്റ് ആണെങ്കിലും, കോഹിനൂർ
ബീഫ് പ്രൊഡക്ട്സ് ആണെങ്കിലും അങ്ങനെ ബീഫിൻ്റെ കച്ചവടം ചെയ്യുന്ന, മാംസ്യ കച്ചവടം ചെയ്യുന്ന ആളുകളെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവരിലെ ഭൂരിഭാഗവും മുസ്ലിങ്ങളല്ല എന്ന് തന്നെ കാണാൻ കഴിയും. ഈ രാജ്യത്തിൻ്റെ മഹിതമായ ഐക്യത്തിൻ്റെ, ഒന്നിച്ചുണ്ട്, ഒന്നിച്ച് ജീവിച്ച, ഒന്നിച്ച് നടന്ന, ഒന്നിച്ച് ജോലി ചെയ്ത ഒരു മനോഹരമായ ഐക്യത്തിൻ്റെ, ഏകതയുടെ, ബഹുസ്വരതയുടെ ചിത്രമുണ്ട്. ആ ചിത്രത്തിന്മേൽ കുത്തിവരയുന്ന രീതിയിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ഐക്യവും നമ്മുടെ തകർന്നടിഞ്ഞു പോകുന്ന വിശ്വാസവും ഒത്തൊരുമയും ഇനി വീണ്ടെടുക്കാൻ കഴിയില്ലെന്ന ബോധ്യം മന്ത്രിമാർക്കും അത് പാസ്സാക്കുന്ന ആളുകൾക്കും ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഇസ്ലാം മനുഷ്യനോട് ആവർത്തിച്ച് പറയുന്നതുണ്ട്. മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ മഹാന്മാരായി മാറുന്ന അതിവിശിഷ്ടമായ തത്വസംഹിതയാണ് വിശുദ്ധ ഖുർആൻ. നിനക്ക് വേണ്ടത് നീ കഴിക്കുക. ഇസ്ലാം പറഞ്ഞ, നിൻ്റെ ശരീരത്തിന് അനുഗുണമല്ലാതെ കഴിക്കരുതെന്ന് പറഞ്ഞ കാര്യങ്ങളെ കഴിക്കാതിരിക്കുക. അല്ലാതെ ഒന്നും നിർബന്ധിച്ച് കഴിക്കണം എന്ന് വാശി പിടിക്കുന്ന വിശ്വാസധാരയല്ല ഇസ്ലാം. അത് മനസ്സിലാക്കാൻ മനസ്സ് കാണിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.